നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. പീഡന പരാതിയിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം പൂജാരി അറസ്റ്റിൽ. പൂജാരി അരുൺ പിടിയിലായത് കർണാടക സ്വദേശിനിയുടെ പരാതിയിൽ. രണ്ടാം പ്രതി ഉണ്ണി ദാമോദരൻ ഒളിവിൽ. ആലപ്പുഴ ചാരുംമൂട് കൃഷിയിടത്തിന് സമീപം ഷോക്കേറ്റ് കർഷകൻ മരിച്ചു. മരിച്ചത് താമരക്കുളം സ്വദേശി ശിവൻകുട്ടി. പന്നിക്കിണിയെന്ന് ബന്ധുക്കൾ. ഒരാൾ കസ്റ്റഡിയിൽ. വൈദ്യുതി മോഷ്ടിച്ചോ എന്ന് പരിശോധിക്കാൻ KSEB. തിരുവനന്തപുരം കരമനയിൽ SBIക്ക് മുന്നിൽ മൃതദേഹവുമായി പ്രതിഷേധം. ദമ്പതികൾ ആത്മഹത്യ ചെയ്തത് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ പീഡനത്തെ തുടർന്നെന്ന ആരോപണം. നിലമ്പൂരിന് സമീപം പൂക്കോട്ടുംപാടത്ത് കരടിയെ കണ്ടത് പാറയ്ക്കൽ കുടുംബക്ഷേത്രത്തിൽ. കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നെല്ലിയാമ്പതിയിലും കോന്നി കല്ലേലി റോഡിലും വീണ്ടും കാട്ടാനയിറങ്ങി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ ഇന്ന് 3 മരണം. വീട് തകർന്ന് പാലക്കാട് സ്വദേശിനി പാത്തുമ്മയും കാസർഗോഡ് ഒഴുക്കിൽപ്പെട്ട് 8 വയസ്സുകാരനും മരിച്ചു. ഇടുക്കി സ്വദേശി അതുൽ ബൈജുവും മൂലമറ്റം ത്രിവേണിയിൽ മുങ്ങി മരിച്ചു. കാറ്റും മഴയും വ്യാപക നാശവും വരുത്തിയിട്ടുണ്ട്. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കാസർഗോഡ് 3 നദികളിലും പത്തനംതിട്ട മണിമലയാറിലും പ്രളയ സാധ്യതാ മുന്നറിയിപ്പുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് വീട് തകർന്ന് വയോധിക മരിച്ചു. മണലടിയിൽ സ്വദേശി പാത്തുമ്മ ബിയാണ് മരിച്ചത്. ഈ കാലവർഷത്തിൽ ഒരു ദുരന്തമാണ് നമ്മുടെ മണ്ണാർക്കാട് ലക്ഷംവീട് മണലടിയിലെ ലക്ഷംവീട് കോളനിയിൽ സംഭവിച്ചത്. കാസർഗോഡ് ബന്ദിയോട് 8 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ബന്ദിയോട് കൊക്കച്ചാലിലെ സദാത്തിന്റെ മകൻ സുൽത്താനാണ് മരിച്ചത്. ഇടുക്കി മൂലമറ്റത്ത് യുവാവ് മുങ്ങി മരിച്ചു. മൂലമറ്റം ത്രിവേണിയിലാണ് സംഭവം. മൂലമറ്റം സ്വദേശി അതുൽ ബൈജുവാണ് മുങ്ങി മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന നിതീഷ് രാജേഷിനെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു. കാസർഗോഡ് തേജസ്വിനി പുഴ കരകവിഞ്ഞതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. കുടുംബങ്ങളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. കരകളിലുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് അരയിപ്പുഴ കരകവിഞ്ഞു. ആറങ്ങാടി വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. വെള്ളരിക്കുണ്ടിൽ ഉരുൾപൊട്ടൽ ഭീഷണി മൂലം 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ കാറ്റിൽ കുമ്പളയിൽ കെട്ടിടത്തിനു മുകളിൽ നിന്ന് ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ചു. ജില്ലയിലെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും അടച്ചു. കാസർഗോഡ് ദേശീയപാതയിൽ ബേവഞ്ചിയിൽ കുന്നിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നിർമ്മാണം നടക്കുന്ന ചട്ടഞ്ചാൽ ചേർക്കള ദേശീയപാതയിലാണ് കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത്. തുടർന്ന് ഗതാഗതം നിരോധിക്കുകയായിരുന്നു. കണ്ണൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വീടിന് മുകളിലേക്ക് വീണ് 3 പേർക്ക് പരിക്കേറ്റു. പന്നിയൂർ ചെറുകര കൂവൻകുന്നിലാണ് സംഭവം. പുഞ്ചായിൽ ജെയ്സണിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് ശക്തമായ മഴയാണ്. ഇരവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ഫ്രണ്ട് ഓഫീസിന്റെ ഗ്ലാസ് ഡോർ തകർന്നു. ഉച്ചയോടെയായിരുന്നു സംഭവം. വൻ ശബ്ദത്തിൽ ഗ്ലാസ് തകർന്നു വീണതോടെ പരിഭ്രാന്തരായ ആളുകൾ സുരക്ഷിത ഭാഗത്തേക്ക് ഓടിമാറി. കനത്ത കാറ്റിലും മഴയിലും മലപ്പുറം പരപ്പനങ്ങാടിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. പാലത്തിങ്ങൽ കോട്ടന്തല AMLP സ്കൂളിന്റെ മേൽക്കൂരയും തകർന്നു. കുന്തിപ്പുഴ കരകവിഞ്ഞു. കൂറ്റൻപാറ ഇടിഞ്ഞു വീണതിനെ തുടർന്ന് അട്ടപ്പാടി ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി കട്ടപ്പന കൊച്ചുതോവാളയിൽ പാറ അടർന്നു വീണ് വീട് തകർന്നു. കൊച്ചുതോവാള സ്വദേശി ജോസിന്റെ വീടിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന വലിയ പാറയാണ് അടർന്നു വീണത്. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും ഇടുക്കി കോന്നത്തടിയിൽ വീടിനു മുകളിൽ മരം വീണു. കോന്നത്തടി ഇല്ലിസിറ്റി അരീക്കൽ സജീവിന്റെ വീടിനു മുകളിലാണ് മരം വീണത്. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് 2344.94 അടിയായി. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 129.15 അടിയായി. പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. കൊല്ലത്ത് പട്ടാഴിയിലും പത്തനാപുരത്തും വീടുകൾ തകർന്നു. തീരമേഖലയിലും ദുരിതമാണ്. കടൽക്ഷോഭം ശക്തമായിട്ടുണ്ട്. കണ്ണമാലി മേഖലയിൽ രൂക്ഷമായ കടലാക്രമണമാണ്. തിരുവനന്തപുരം വർക്കല പാപനാശം തീരത്ത് കുന്നിടിഞ്ഞു. നിരവധി കുടുംബങ്ങൾ ക്യാമ്പുകളിലാണ്. ആലപ്പുഴയിൽ 3 ക്യാമ്പുകളിലായി 67 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കോട്ടയത്ത് 8 പേരെയും തൃശൂരിൽ 46 പേരെയും കാസർഗോഡ് 37 പേരെയും ക്യാമ്പുകളിലേക്ക് മാറ്റി. ഉപ്പള, നീലേശ്വരം, മൊഗ്രാൽ നദികളിലും പത്തനംതിട്ട മണിമലയാറിലും പ്രളയ സാധ്യതാ മുന്നറിയിപ്പുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.
സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. ഇന്ന് 5 ജില്ലകൾക്ക് റെഡ് അലേർട്ടും 4 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടുമാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട്. മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലേർട്ടാണ്. നാളെ മഴയിൽ നേരിയ കുറവുണ്ടാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. എന്നാൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വരും ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. പീഡന പരാതിയിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജാരി അറസ്റ്റിൽ. പൂജാരി അരുണാണ് അറസ്റ്റിലായത്. മറ്റൊരു പ്രതി ഉണ്ണി ദാമോദരൻ ഒളിവിലാണ്. കർണാടക സ്വദേശി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കർണാടക സ്വദേശിയായ യുവതി കേരളത്തിലെ പെരിങ്ങോട്ടുകര ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിരുന്നു. അവിടെ പൂജ നടത്താനെത്തിയതാണ്. പൂജ നടത്താൻ അരുൺ 24,000 രൂപ ആവശ്യപ്പെട്ടു. ശേഷം യുവതിയുടെ നമ്പറിലേക്ക് രാത്രി വിളിച്ച് ശല്യം ചെയ്യുകയും വാട്സപ്പ് വീഡിയോ കോളുകൾ വഴി സ്ത്രീയോട് മോശമായി പെരുമാറുകയും ചെയ്തു. നഗ്നയായി വീഡിയോ കോളിൽ വന്നില്ലെങ്കിൽ കുട്ടികളെ അപായപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയതായും യുവതി പരാതിയിൽ പറയുന്നു. പൂജാരിയുടെ നിർദ്ദേശപ്രകാരം തൃശൂരിലെത്തിയ യുവതിയെ കാറിൽ വെച്ച് പൂജാരിമാരായ അരുണും ഉണ്ണി ദാമോദരനും ചേർന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. ഉണ്ണിയും യുവതിയും തമ്മിലുള്ള ഓഡിയോ സന്ദേശവും പുറത്തുവന്നു. ಫ್ರೈಡೇ ಈವ್ನಿಂಗ್ வரேன். ಫ್ರೆಂಡ್ ಅವರದ್ದು. ಇಲ್ಲ எனக்கு ರೂಮ್ ಎಲ್ಲ ಹಂಗೆ தெரியாது. കർണാടക ബെല്ലന്തൂർ പോലീസാണ് തൃശൂരിൽ നിന്നും അരുണിനെ അറസ്റ്റ് ചെയ്തത്. പരാതിക്ക് പിന്നിൽ മറ്റ് ഗൂഢാലോചനയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു പ്രതി ഉണ്ണി ദാമോദരനായി അന്വേഷണം ഊർജിതമാണ്. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ ചാരുമൂട് താമരക്കുളത്ത് കർഷകൻ ഷോക്കേറ്റ് മരിച്ചു. താമരക്കുളം സ്വദേശി ശിവൻകുട്ടി കെ പിള്ളയാണ് മരിച്ചത്. പന്നിക്കടിയിൽ നിന്നാണ് ഷോക്കേറ്റതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. പുലർച്ചെ കൃഷിയിടത്തിലേക്ക് പോയ ശിവൻകുട്ടിപ്പിള്ള സാധാരണ തിരിച്ചെത്താറുള്ള സമയമായിട്ടും മടങ്ങിയെത്തിയില്ല. ഇതോടെ തിരക്കിയിറങ്ങിയ മകളാണ് സമീപവാസിയായ ജോൺസന്റെ പറമ്പിൽ ബോധരഹിതനായി ശിവൻകുട്ടിയെ കണ്ടത്. എന്തോ നോക്കുന്നു ചോദിച്ചപ്പോൾ അച്ഛനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ തിരക്കി വന്നതെന്ന് പറഞ്ഞു. ഞാൻ പശുവിനെ കന്നിനെ ഇങ്ങനെ അടിച്ചിങ്ങോട്ട് അപ്പുറത്തോട്ട് ചാടിക്കാനായിട്ട് തിരിഞ്ഞപ്പോഴാണ് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡായിട്ട് ഇങ്ങനെ ഒരു കളറ് കണ്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയതാണ്. കൃഷിയിടത്തിന് സമീപത്തെ പറമ്പിലാണ് ശിവൻകുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടത്. തുടർന്ന് നൂറനാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ മരണകാരണം വ്യക്തമാകൂ. സംഭവത്തിൽ നൂറനാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. KSCBയും സ്ഥലത്ത് പരിശോധന നടത്തി. ജോൺസന്റെ വീട്ടിൽ നിന്നും കൃഷിയിടത്തിലേക്ക് വൈദ്യുതി എടുത്തിരുന്നതായി KSCB കണ്ടെത്തി. മരിച്ച ശിവൻകുട്ടി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ശേഷമാണ് കൃഷി ആരംഭിച്ചത്. പശു വളർത്തലും മറ്റ് കൃഷികളും ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ഒരു സാധാരണ കർഷകന്റെ ജീവനാണ് പന്നിക്കണിയിലൂടെ പൊലിഞ്ഞത്. തളർന്നു കിടക്കുന്ന ഭാര്യയും പ്രായമായ അച്ഛനും മകളുമാണ് വീട്ടിലുള്ളത്. ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം കരമനയിൽ സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് ദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബാങ്കിന് മുന്നിൽ മൃതദേഹവുമായി പ്രതിഷേധം. SBIയുടെ SME ബ്രാഞ്ചിന് മുന്നിലാണ് പ്രതിഷേധം നടക്കുന്നത്. നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് കരടിയെ കണ്ടതായി നാട്ടുകാർ. പൊട്ടിക്കൽ പാറയ്ക്കൽ കുടുംബക്ഷേത്രത്തിലാണ് കരടിയെ കണ്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകണമെന്ന് പലരും പറയുന്നത്. ഇവിടുത്തെ വന്യജീവി സംഘർഷമാണ്. വനമേഖലയാണ്. വനമേഖല എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് പിന്നിൽ കാണുന്നൊരു വനമേഖലയെന്ന് തോന്നാം. റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ നിന്ന് ഒരു 5-10 മീറ്ററുകൾ മാറിയാൽ ചുറ്റും വീടുകളാണ്. വനമേഖലയും വീടുകളും ജനവാസ മേഖലകളും അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ അതിർത്തി ഇല്ലാത്ത സ്ഥലമാണ് ഈ പൂക്കോട്ടുംപാടം ഉൾപ്പെടെയുള്ള നിലമ്പൂർ മണ്ഡലത്തിലെ പല പ്രദേശങ്ങളും. ഇവിടെ ഇന്നലെ രാത്രിയാണ് ഒരു കരടി ഇറങ്ങിയതായി നാട്ടുകാർ സംശയിക്കുന്നത്. വെറും സംശയമല്ല, അവർക്കതിനുള്ള കാരണങ്ങളുണ്ട്, തെളിവുകളുണ്ട്. ഇവിടെ ഈ പൂക്കോട്ടുംപാടം പൊട്ടിക്കലിലെ ഒരു കുടുംബക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. കോളനി റോഡിലെ കുടുംബക്ഷേത്രം. ഇവിടെ നിരവധി ആളുകൾ ഇപ്പോൾ ഉണ്ട്. ഈ കോളനി റോഡിലെ കുടുംബക്ഷേത്രത്തിനുള്ളിലാണ് കരടിയെ കണ്ടതായുള്ള വിവരമുള്ളത്.
ആളുകൾ ആരോപിക്കുന്നത്. ഇവിടെ ഈ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്, ദൈവത്തിൻ്റെ ഗണപതിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയൊക്കെ പ്രതിഷ്ഠയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതിനുള്ളിൽ നമുക്കൊരു പക്ഷേ ഇവരുടെ ഒരു ആരോപണം ആശങ്ക മാത്രമല്ല, അതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് കാണാം. ഈ ചുവരിലേക്കുള്ള പാടുകൾ നമുക്കത് സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കരടി ചവിട്ടിയ പാടുകളാണ്. മനുഷ്യരാരും ഇതിൽ ഇങ്ങനെ കയറി ചവിട്ടുന്ന സ്ഥലമല്ല. ഈ ഭാഗത്ത് ചവിട്ടിയ പാടുകളുണ്ട്. ഈ ഇപ്പുറത്തെ ചുവരിലും അതേപോലെ പാടുകൾ കാണാം. പുറത്തും ആ രീതിയിൽ രണ്ട് പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളാണ്. ഇതിനുള്ളിൽ വെളിച്ചമൊക്കെ കുറവുണ്ടെന്ന് തോന്നുന്നു. അവിടെ ചവിട്ടി ഈ പ്രതിഷ്ഠയും മറ്റേ വിളക്കുമൊക്കെ ചവിട്ടി ഇട്ടിരിക്കുന്ന പാടുകൾ നമുക്ക് കാണാം. മുറ്റത്തിന്റെ നടുക്കേക്ക് വന്നപ്പോൾ നട തുറന്നതൊക്കെ ആകെ തകർത്ത. രാത്രി എപ്പോഴാണ് അടച്ചിട്ട് പോയത്? 6 മണിക്ക് വിളക്ക് വയ്ക്കും, 6:30 ആകുമ്പോൾ പോകും ഇവിടുന്ന്. രാവിലെ 6:30 ഇവിടെ നിന്ന് വിളക്ക് വയ്ക്കും. അപ്പോൾ വന്നപ്പോൾ അത് കണ്ടത്. വലിയ ഭയത്തിലാണ് അവർ. എന്ത് ചെയ്യണം, എങ്ങനെ പുറത്തിറങ്ങണം? കൊച്ചുകുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, സ്ത്രീകളുണ്ട്. അവരെങ്ങനെ പുറത്തിറങ്ങി ജീവിക്കുമെന്ന ചോദ്യമാണ്. ഇതും ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ പരസ്പരം പഴിചാരുന്നു. പക്ഷേ ജനങ്ങൾ ഭീതിയിലാണ്. ഇത്തരം വിഷയങ്ങൾ കൂടി ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പോകേണ്ടതാണെന്ന് കരുതുന്നു. കോതമംഗലം കുട്ടമ്പുഴ പന്തപ്ര ഉന്നതിയിൽ കാട്ടാനാക്രമണം. ഇന്ന് പുലർച്ചെ എത്തിയ ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പന്തപ്ര ഉന്നതിയിലെ ഊരുമൂപ്പൻ, കുട്ടൻ ഗോപാലൻ, ചെല്ലപ്പൻ, പ്രഭാകരൻ എന്നിവരുടെ കൃഷികളാണ് ആനകൾ നശിപ്പിച്ചത്. വീടിന്റെ മുറ്റത്ത് വരെ എത്തിയ ആനകൾ നിരവധി തെങ്ങുകളും വാഴകളുമാണ് ചവിട്ടിമെതിച്ചത്. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ഊരുമൂപ്പൻ കുട്ടൻ ഗോപാലൻ പറഞ്ഞു. ഇവിടെ പന്തപ്പുറങ്ങളിൽ ഡെയിലി എന്ന് പറഞ്ഞ പോലെ എല്ലാ ദിവസവും തന്നെ ആന ഇറങ്ങുന്നുണ്ട്. കാട്ടാനശല്യം ഇവിടെ വളരെ രൂക്ഷമായിട്ട് മാറിയിരിക്കുകയാണ്. ഓരോ വീടിൻ്റെ അടുത്തും ആന കൂട്ടത്തോടെയും 2-3 എണ്ണം വീതമാണ് ഓരോ ദിവസങ്ങളും ഓരോ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അവിടുത്തെ കൃഷികളും വാഴയും അതുപോലെ തന്നെ തെങ്ങ് അതുപോലുള്ള സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. ഇവിടെ സോളാർ ഫെൻസിങ് ഇട്ടിട്ട് അത് നശിച്ചു പോയിട്ട് കുറേ 5-6 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്ന് പുതുക്കി പണിയാനോ ഇതുവരെ ആരും തന്നെ തയ്യാറായിട്ടില്ല. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയെത്തി. കാട് കയറ്റിയ കൊമ്പനാണ് വീണ്ടും എത്തിയത്. സീതാർകുണ്ട് പോപ്സ് എസ്റ്റേറ്റിലാണ് ആനയെത്തിയത്. കഴിഞ്ഞ ദിവസം RRT സംഘം കാട് കയറ്റിയ ആനയാണിത്. നിലവിൽ ആനയെ തുരത്തിയതായി വനംവകുപ്പ് പറയുന്നു. പത്തനംതിട്ട കോന്നി കല്ലേലി റോഡിൽ കാട്ടാന ഇറങ്ങി. 4 ആനകളാണ് ജനവാസ മേഖലയിലെത്തിയത്. കാട്ടാനകൾ റോഡ് മുറിച്ച് കടന്നു പോകുന്ന ദൃശ്യം പ്രദേശവാസികളാണ് പകർത്തിയത്. അങ്കനവാടിയിൽ പാമ്പ്. പാലക്കാട് മണ്ണാക്കാട് കരിമ്പ പള്ളിപ്പടി അങ്കനവാടിയിലാണ് പാമ്പിനെ കണ്ടത്. വൈകിട്ട് 3 മണിയോടെ അധ്യാപികയാണ് മേൽക്കൂരയിൽ പാമ്പിനെ കണ്ടത്. മഴ അവധിയായതിനാൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. പഞ്ചായത്ത് രേഖാമൂലം പരാതി നൽകിയിട്ടും സമീപത്തെ മുളങ്കൂട്ടം വെട്ടി മാറ്റിയില്ലെന്നാണ് പരാതി. ഈ അംഗനവാടിക്ക് ഭീഷണിയായിട്ട് ഒരു ഫ്രണ്ട് തന്നെ ഒരു മുളക്കൂട്ടം നിൽക്കുന്നുണ്ട്. അത് അംഗനവാടിന്റെ മേലേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് വലിയൊരു പാമ്പ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാമ്പായിരുന്നു ഇന്ന് അംഗനവാടിന്റെ അകത്ത് കണ്ടത്. ഈ പാമ്പ് കയറുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുളയിൽ കൂടെ കയറിയിട്ട് ഓടിച്ചിറങ്ങുന്നതാണ്. കോഴിക്കോട് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ അപകടം. മുക്കം മുത്തേരിയിലാണ് അപകടമുണ്ടായത്. ഉടമ വയനാട് വൈത്തിരി സ്വദേശി റഫീഖാണ് വാഹനം ഓടിച്ചത്. സാരമായ പരിക്കില്ല. കാർ പൂർണ്ണമായി തകർന്നു. എറണാകുളത്ത് നിന്നും വയനാട്ടിലേക്ക് പോകവെയാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം
നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വെള്ളറട പോലീസ്. കൊല്ലപ്പെട്ട പനച്ചമൂട് സ്വദേശിനി പ്രിയംവതിയുടെ അയൽവാസിയായ വിനോദ്, ഇയാളുടെ സഹോദരൻ സന്തോഷ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. സന്തോഷിന് കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും തെളിവ് നശിപ്പിക്കലിനുൾപ്പെടെ കേസെടുത്തുകൊണ്ടാണ് അറസ്റ്റ്. അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള പ്രിയംവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പനച്ചമൂട് സ്വദേശി വിനോദിന്റെ വീടിന് പിന്നിലെ കുഴിയിൽ നിന്ന് അയൽവാസിയായ പ്രിയംവതിയുടെ മൃതദേഹം RDOയുടെ സാന്നിധ്യത്തിൽ പുറത്തെടുത്ത് പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയത്. ദേഹപരിശോധനയ്ക്കിടെ പ്രിയംവതിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന 3 പവന്റെ മാല കാണാനില്ലെന്ന വിവരം ബന്ധുക്കളാണ് പോലീസിനെ അറിയിച്ചത്. 2 കാതുകളിലും ഉണ്ടായിരുന്ന കമ്മലുകൾ മുക്കുപണ്ടമായിരുന്നെന്നും പോലീസ് കണ്ടെത്തി. മാല മോഷ്ടിക്കപ്പെട്ടതാണോ, പ്രിയംവദ തന്നെ വീട്ടിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമുണ്ടായിട്ടില്ല. വീട്ടമ്മയെ കാണാതായ വ്യാഴാഴ്ച രാവിലെ വിനോദിന്റെ വീട്ടിലെത്തിയ പ്രിയംവദയുമായി സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും മർദ്ദനത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും നയിക്കുകയായിരുന്നതുമാണ് വിനോദ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കൊലപാതകത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും തെളിവ് നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്നതിനാണ് വിനോദിന്റെ സഹോദരൻ സന്തോഷിന്റെ അറസ്റ്റ്. വിനോദിന്റെ ഭാര്യാമാതാവ് സരസ്വതി സമീപത്തെ ദേവാലയത്തിലെ പുരോഹിതനോട് നടത്തിയ വെളിപ്പെടുത്തലാണ് കേസിൽ വഴിത്തിരിവായത്. ഞാൻ വളരെ ഞെട്ടലോടെയാണ് ഈ സംഭവം കേൾക്കുക. കാരണം എൻ്റെ കൈയും കാലം ഇങ്ങനെ വരച്ചിങ്ങനെ പെട്ടെന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ആ സീരിയസോടുകൂടി തന്നെയാണ് ഞാൻ പാരീഷ് കൗൺസിൽ മെമ്പേഴ്സിന് 2 പേരെ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വിളിച്ചതും അവരെ കാര്യം അറിയിക്കുന്നതും. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ CAയുടെ നമ്പർ മേടിച്ച് പോലീസിനെ വിളിക്കുന്നതും. പോലീസ് പെട്ടെന്ന് തന്നെ വന്നിട്ട് അതിനുള്ള ഉചിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ അമ്മാമയിൽ നിന്നും ഈ മകളിൽ നിന്നും ശേഖരിച്ച് ഉടനെ തന്നെ അവർ ആ വീട്ടിലേക്ക് തുടർന്ന് നടപടിക്കായി പോവുകയും ചെയ്തു. പുരോഹിതൻ കൈമാറിയ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വെള്ളറട പോലീസ് വീട്ടിലുണ്ടായിരുന്ന വിനോദിനെയും സഹോദരൻ സന്തോഷിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. പോലീസ് എത്തുമ്പോൾ വിനോദും സന്തോഷും വീട് കഴുകി വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. ഇതാണ് സംശയം ബലപ്പെടുത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂർ അഴീക്കലിനടുത്ത് പുറംകടലിൽ കത്തിയ സിംഗപ്പൂർ കപ്പലിൽ നിന്നുള്ള ടാങ്കറും ലൈഫ് ബോട്ടും ആലപ്പുഴ തീരത്തടിഞ്ഞു. കാക്കാക്കാഴം പുറക്കാട് തീരങ്ങളിലാണ് ബോട്ടും ടാങ്കറും കണ്ടെത്തിയത്. ടാങ്കർ ശൂന്യമാണെന്നും അപകട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയതോടെ തീരത്ത് ദീർഘനേരം നിലനിന്ന ആശങ്കയൊഴിഞ്ഞു. കൊച്ചി പുറംകടലിൽ മറിഞ്ഞ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഒഴുകിയെത്തി ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് വാൻഹായ് 503 നിന്നുള്ള ടാങ്കർ ആലപ്പുഴയുടെ തീരത്ത് ആശങ്ക പരത്തിയത്. ഇന്ന് മുതൽ 18 വരെ എറണാകുളം ജില്ലയുടെ തെക്കൻ തീരങ്ങളിലും ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ തീരപ്രദേശങ്ങളിലും കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഒഴുകിയെത്തുമെന്ന് കോസ്റ്റ് ഗാർഡും ഇന്റർനാഷണൽ ടാങ്കർ ഓണേഴ്സ് പൊല്യൂഷൻ ഫെഡറേഷനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്നലെ രാത്രി പുറക്കാട് തീരത്ത് ആദ്യം ഒഴുകിയെത്തിയത് കപ്പലിൽ നിന്നുള്ള ലൈഫ് ബോട്ടായിരുന്നു. രാവിലെയോടെ ടാങ്കർ കാക്കാഴം തീരത്ത് അടിഞ്ഞു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സ്ഥലത്തെത്തി ടാങ്കർ ശൂന്യമാണെന്നും അപകട സാഹചര്യമില്ലെന്നും വ്യക്തമാക്കിയതോടെ ആശങ്കകൾക്ക് വിരാമമായി. ന്യൂസ് 18 ആലപ്പുഴ. കൊച്ചി പുറംകടലിൽ കാസർഗോഡ് വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ ഭർത്താവിനെതിരെ കേസെടുത്ത് പോലീസ്. ദേലമ്പാടി സ്വദേശിനി ഖദീജത്ത് ഷമീമയുടെ പരാതിയിൽ ബെളിഞ്ച സ്വദേശി ലത്തീഫിനെതിരെയാണ് കേസെടുത്തത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് യുവതിയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചതിനും കേസുണ്ട്. ദേലമ്പാടി അൽമദീന ഹൌസിലെ അബ്ദുള്ളയുടെ മകൾ ഖദീജത്ത് ഷമീമയെയാണ് ഭർത്താവ് ലത്തീഫ് ഫോണിലൂടെ 3 തവണ മുത്തലാഖ് ചൊല്ലിയത്. 2018 മാർച്ച് 18-നായിരുന്നു ഇരുവരും വിവാഹിതരായത്. വിവാഹ സമയത്ത് 25 പവൻ സ്വർണം നൽകിയിരുന്നു. പിന്നീട് കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ട് മാനസികമായി പീഡിപ്പിച്ചതായി ആദൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നു. ഖദീജത്ത് ഷമീമ എന്നവളെ ഞാൻ തലാക്ക് ചെല്ലുന്നു. തലാക്ക് 1 വട്ടം, തലാക്ക് 2 വട്ടം, തലാക്ക് 3 വട്ടം. ഇനി എനിക്ക് ഇങ്ങോട്ട് വിളിക്കാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലായോ? ഇനി വിളിക്കാൻ കഴിയില്ല, മെസ്സേജ് അയക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളെ ബൈ, എനിക്ക് എൻ്റെ ബൈ. ഞാൻ അന്നേ പറഞ്ഞിനി. ഓക്കെ. ഭാരതീയ ന്യായ സംഹിതയിലെ 85 മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാരേജിലെ 3, 4 വകുപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജൂൺ 13 രാത്രി 11:30 മണിക്ക് ലത്തീഫ് അബുദാബിയിൽ നിന്ന് വാട്സാപ്പിലൂടെ ശബ്ദ സന്ദേശം വഴി 3 തവണ തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തിയതായി അറിയിക്കുകയായിരുന്നു. വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയതിന് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ നേരത്തെ കല്ലൂരാബി സ്വദേശിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. മുത്തലാഖ് നിരോധന നിയമം നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസായിരുന്നു അത്. ന്യൂസ് 18 കാസർഗോഡ്.
കൊല്ലം മേയറെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. തിരുവനന്തപുരം കരിക്കകം സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത്. കത്തിയുമായി വധഭീഷണി മുഴക്കി മേയറിന്റെ വീട് അന്വേഷിച്ചെന്നായിരുന്നു പരാതി. മദ്യലഹരിയിലായിരുന്നു പ്രതി. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. വിസ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് 52-കാരനായ അനിൽകുമാർ. നിലമ്പൂരിൽ നാളെ കൊട്ടിക്കലാശം. CPM ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമി ആരോപണത്തിന് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവന ഉയർത്തി UDFന്റെ പ്രതിരോധം. പരസ്യപ്രചാരണത്തിന് നാളെ പൂട്ടുവീഴാനിരിക്കെ വനം വന്യജീവി പ്രശ്നങ്ങളടക്കം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. തുടർച്ചയായ 7ാമത്തെ ദിവസവും UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യ ആയുധം. ഇന്നലെ പൊതുയോഗത്തിൽ സംസാരിച്ച പ്രിയങ്ക ഗാന്ധി ജമാഅത്തെ വിഷയത്തിൽ മൗനം പാലിച്ചത് CPM ഉയർത്തിക്കാട്ടുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടുചേരുന്ന അസോസിയേറ്റ് അംഗത്വം കൊടുക്കുന്ന ഈ കേരളത്തിലെ UDF, അതിൻ്റെ കോൺഗ്രസ് ലീഗ്, ഇവരുടെ നിലപാട് എന്താണ്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്ന് പറയാൻ പ്രിയങ്ക ഗാന്ധിയോട് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു. UDF ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നിരായുധരായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒപ്പിച്ച് പോവുകയാണ് ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമുമായി ചേരുന്ന നിലപാട് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നാണ്. UDF കരുതി വച്ചിരിക്കുന്ന മറുപടി മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവനയാണ്. അവസാന ലാപ്പിൽ CPMനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഇത് ഉപയോഗിക്കുന്നു. നിലമ്പൂരിലെ രാഷ്ട്രീയ വേദികളിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നാണ് ആവശ്യം. ആ നാടുകളിൽ നിന്ന് കിട്ടുന്നതെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്ന ഒരു മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാചകം അദ്ദേഹം പറഞ്ഞു. നമ്മൾ ആവശ്യപ്പെട്ടു, ഇത് മലപ്പുറത്തിനോടുള്ള അദ്ദേഹം കാണിച്ച വഞ്ചനയാണ്, അതിന് അദ്ദേഹം മാപ്പ് പറയണം. അദ്ദേഹം 3 ദിവസം ഇവിടെ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല. എന്നാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല, മാപ്പ് പറയുന്നു പറഞ്ഞിട്ടില്ല. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായി നിലമ്പൂരിൽ UDF ഈ ചർച്ച ഉയർത്തിവിടുന്നതിന്റെ പ്രതിസന്ധി CPM മനസ്സിലാക്കുന്നു. മലപ്പുറം ജില്ലയുടെ രൂപീകരണ ചരിത്രം അടക്കം ഓർമ്മിപ്പിച്ചാണ് CPMന്റെ മറുപടി. മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ അത് കുട്ടി പാകിസ്ഥാനാവുമെന്ന് പറഞ്ഞവരാ കോൺഗ്രസ്. 1967 ഗവൺമെന്റ് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായി വഴിക്കടവെന്ന് സത്യാഗ്രഹം ആരംഭിക്കുകയും അവിടുന്ന് പ്രകടനം ആരംഭിച്ച് കോഴിക്കോടേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ പിതാവ്. വനം വന്യജീവി വിഷയങ്ങൾ അവസാന ലാപ്പിൽ വീണ്ടും ഉയരുന്നു. വനമേഖലകൾ അതിർത്തി പങ്കിടുന്ന നിലമ്പൂരിൽ അവസാന മണിക്കൂറുകളിൽ ഈ വിഷയം UDFന് തുറുപ്പുചീട്ടാണ്. വന്യജീവി ആക്രമണത്തിൽ അതുമായി ബന്ധപ്പെട്ട് അതിനൊരു പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ 2 കേസിലെ പ്രതിയാണ് ഞാൻ. 1ാം പ്രതിയായിട്ട് എന്നെ കേസെടുത്തത് ഇടതുപക്ഷ ഭരണകൂടം. കാട്ടുപോത്തിറങ്ങി ബഹളമുണ്ടാക്കിയപ്പോൾ അതിനവിടെ വെടിവെച്ചത് ഇതേ നിയമമുള്ള സമയത്താണ്. കടുവയും പുലിയും ഒക്കെ നമ്മുടെ അടുത്തേക്ക് വീട്ടിലേക്ക് വരുന്നത് പോലെ അയൽവക്കത്തെ പൂച്ച വരുന്ന പോലെയാണ്. ആ ലാഘവത്തോടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ കാണുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല പണ്ട് നേരത്തെ UDF ഭരണകാലത്ത്. CPM നേതാക്കളുടെ മറുപടി ഇങ്ങനെ: മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും അവരുടെ കൃഷിക്കും സംരക്ഷണം കൊടുക്കും വിധത്തിൽ, അതുകൂടി ഉറപ്പാക്കും വിധത്തിൽ വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണം എന്ന് അതിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്കുണ്ട് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നതാണ്. വന്യജീവികളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ വളരെ വിപുലമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് അംഗീകാരം കിട്ടണം, അതിന് കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കണം. പരസ്യപ്രചരണത്തിന് നാളെ തിരശ്ശീല വീഴാനിരിക്കെ വിഷയങ്ങൾ മാറി മാറി പ്രയോഗിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ. PV അൻവർ അവസാന ദിവസങ്ങളിൽ നടത്തുന്ന വമ്പൻ പ്രചരണം വോട്ട് ചോർച്ച ഉണ്ടാക്കുമോ എന്ന ആശങ്ക ഇരുമുന്നണികൾക്കുമുണ്ട്. ന്യൂസ് 18 നിലമ്പൂർ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.